നമസ്കാരം, എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം സാർ ചേരുന്നുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നമ്മളിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ വിജയിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണം തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഒരു സിനിമ കാണുന്ന ഫീലാണ്. മുഖ്യമന്ത്രിയായിട്ട് വിജയും പ്രതിപക്ഷ നേതാവായിട്ട് ഉദയനിധി സ്റ്റാലിനുമാണ്. അപ്പോൾ ഒരു നേർക്കുനേർ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും? കക്ഷികൾ സനാതനധർമ്മം ജനങ്ങളെ വിഭജിക്കുന്ന സനാതനധർമ്മം ഇല്ലാതാകണം. ആദ്യത്തെ പ്രസംഗത്തിൽ ഉദയനിധി പറയുന്ന ഇത്രയും വിവരമുള്ളൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. നമോഭാഗം വണക്കം ഉദയനിധി സ്റ്റാലിൻ എന്നേ പറയുന്നത്. ഈ എന്തായി സനാതനധർമ്മം പറയുന്നത്? ഏകം സത് വിപ്ര ബഹുധാ വദന്തി, അതാണ് സനാതൻ്റെ അർത്ഥം. സനാതനം ചിരമായിട്ടുള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഏകം സത് വിപ്ര ബഹുധാ വദന്തി, ഒന്നേ ഉള്ളൂ സത്യം. അല്ല ഇസ്ലാം മതം പറയുന്ന പോലെ ഒരു മതമേ ഉള്ളൂ സത്യം എന്നല്ല, സത്യമായിട്ടൊന്നേ ഉള്ളൂ. ആ സത്യത്തിൻ്റെ പല രൂപങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആൻസിയും അത് ഞാനും അപ്പുറത്തിരിക്കുന്നവരും നമുക്ക് വരുന്ന ഗസ്റ്റുകളും ഈ മനുഷ്യരും എല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളും വിശാലമായി ലോകത്തിലുള്ള മനുഷ്യരത്രയും ഒരേ ഒരു ബ്രഹ്മമെന്ന് പറയുന്ന രൂപത്തിൻ്റെ പല രൂപത്തിലുള്ള പ്രകാശനങ്ങളാണ്. നിൻ്റെ അയൽക്കാരൻ മാത്രമല്ലത്, നിൻ്റെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും എല്ലാം ഒന്നിൻ്റെ പല ഭാവങ്ങളാണെന്ന് പറയുന്ന, എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു തത്വമാണ് സനാതനധർമ്മത്തിൻ്റേത്. അത് വിഭജിക്കുന്ന എന്ന് പറയുന്ന വിഡ്ഢിത്തം പറയുന്ന ഒരു MLA, അവരുടെ പ്രതിപക്ഷ നേതാവായതിൽ തമിഴ് മക്കളെ നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? അതുപോലെ തന്നെയാണ് വിജയ് സൂപ്പർ എന്ന് പറഞ്ഞത്. സിനിമയിലെ പ്രകടനം കൊണ്ട്, മിന്നുന്ന പ്രകടനം കൊണ്ട് ജനതരംഗത്തിനിടയിൽ മിന്നുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അദ്ദേഹം ആദ്യം ചെയ്തതെന്താ? മദ്യശാലകളല്ല, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഓരോരോ പാർട്ടികളുടെയും തിണ്ണ പോയി നിരങ്ങുക. കേരളത്തിൽ ഈ സമുദായ നേതാക്കളുടെ തിണ്ണയാണ് നിരങ്ങുന്നതെങ്കിൽ അദ്ദേഹം പോയി നിരങ്ങിയത് രാഷ്ട്രീയ പാർട്ടികളുടെ തിണ്ണ നിരങ്ങുക എന്ന കർത്തവ്യമാണ് ആദ്യമേ തന്നെ ചെയ്തത്. ഇതെന്തൊരു പരിപാടിയാണ് അദ്ദേഹം നടത്തിയത്? എല്ലാവരും പുകഴ്ത്തുന്നുണ്ട്. അദ്ദേഹം എല്ലാ പാർട്ടിയുടെ ഓഫീസ് സന്ദർശിക്കേണ്ടത് ജനങ്ങളുടെ വീടുകളാണ്, അവരുടെ തിണ്ണകളാണ്. അവിടെ പോയി നിരങ്ങിയാലും കുഴപ്പമില്ല. താനൊരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി മത്സരിച്ചു, ആ പാർട്ടിയോടാണ് അദ്ദേഹത്തിന് വിധേയത്വം വേണ്ടത്, മറ്റു പാർട്ടികളോടല്ല. തൻ്റെ കക്ഷിയിലോ മുന്നണിയിലോ ഒരിക്കലും ചേരാത്ത പാർട്ടികളോട് പ്രത്യയശാസ്ത്രമായി ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളുടെ പാർട്ടികളുടെ തിണ്ണയിൽ പോയി നിരങ്ങുക എന്നുള്ളത് ഒരു അരാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയമാണ്. എന്താണ് പറയാമെന്ന് ആൻസി? സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ പാർട്ടികളുടെ പിന്തുണ? അതാണ് കുതിരക്കച്ചവടത്തിന് വേണ്ടി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കുതിരക്കച്ചവടം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ഈ വകുപ്പ് വരാം, മറ്റേ വകുപ്പ്, ഇതെല്ലാം കുതിരക്കച്ചവടത്തിൽപ്പെടും. അതാണ് ആ സന്ദർഭത്തിൽ പോകുന്നത്. MLA-മാരുടെ എണ്ണം എന്താ കാര്യം? കൊടുത്ത 118 MLA-മാരുടെ പിന്തുണ വേണം. കിട്ടിയത് എത്ര? 106 MLA-മാരുടെ പിന്തുണ കോൺഗ്രസ് പിന്തുണച്ചപ്പോൾ. മനസ്സിലായില്ലേ? ആ പിന്തുണ പോരാ, ഭൂരിപക്ഷം കറക്റ്റായിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങളെന്തിന് ഇദ്ദേഹത്തിനെ വിളിച്ചു? നമ്മുടെ ADMKയും DMKയും കൂടെ ചേർന്ന് പറയാം, ഞങ്ങളുടെ രണ്ടും കൂടെ രൂപവൽക്കരിക്കാമല്ലോ. ഗവർണർക്കെതിരെ അവർ ഇംപീച്ച്മെൻറ്റിന് ശ്രമിക്കും. ഇംപീച്ച്മെൻറ്റ് ഗവർണർക്കെതിരെ ഇല്ല, വേറെ കാര്യം. സുപ്രീം കോടതി കേസിന് പോകും. ഗവർണർക്കെതിരെ ഒന്നും ചെയ്യാനില്ലെങ്കിലും രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാം. അതൊക്കെ ഗവർണർക്കൊരു അപമാനമാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. വേറെ ഒന്നും അദ്ദേഹത്തിന് സ്ഥാനമല്ലോ ഒന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷേ അതൊരു നാണക്കേടല്ലേ? അദ്ദേഹം തെറ്റായ ഒന്ന് ചെയ്തു എന്നൊരു ബോധ്യം പൊതുജനങ്ങൾക്ക് പൊതുമണ്ഡലത്തിലുണ്ടാവില്ലേ? അതിന് കാരണമായ ഇതിന് കുതിരക്കച്ചവടം എന്ന് എന്താ പറയാത്ത? BJP 2 MLA-മാരെ എടുക്കും എന്ന് പറഞ്ഞാൽ അതിന് കുതിരക്കച്ചവടം എന്ന് പറയുമല്ലോ. ഓപ്പറേഷൻ കമലദൾ എന്നൊക്കെ പറയുമല്ലോ, ഓപ്പറേഷൻ കമൽ എന്നും പറയുമല്ലോ. അവിടെ കുതിരക്കച്ചവടം നടത്തി, ചാക്കിൽ കയറ്റി MLA-മാരെ എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ എന്താ അത് പറയാത്തത്? ഇപ്പോൾ അതാ AIADMKയുടെ 30 MLA-മാരെ കൂറുമാറി. അവരാർക്കെതിരെയോ മത്സരിച്ചോ അയാളുടെ പക്ഷത്തേക്ക് ചേരുന്നു. അത് കൂറുമാറ്റമല്ലേ? കൂറുമാറുകയാണ്. പക്ഷേ 32 MLA-മാരുടെ പിന്തുണയുള്ളതുകൊണ്ട് അവർ അയോഗ്യരാക്കപ്പെടുകയില്ല. വാസ്തവത്തിൽ അത് കൂറുമാറ്റം, ചേരി മാത്രം. പരസ്പരം പോരാടിയ ആൾക്കാർ തമ്മിൽ ചേരുകയാണ്. ഇതാണല്ലേ അവിടെ സംഭവിച്ചത്. ഈ കുതിര കച്ചവടത്തിനൊക്കെ നെടുനായകത്വം നടത്തിയത് താൻ വലിയ ഹീറോ ആണ്, വീരനായകനാണുള്ള പരിവേഷം കെട്ടിയാൽ അത് ആരംഗീകരിക്കാനാണ്? തുടക്കം തന്നെ മോശം. ഇതിലൊക്കെ പോട്ടെ, അദ്ദേഹം എപ്പോഴും എതിർത്തിട്ടുള്ള ഒന്നാണ് അന്ധവിശ്വാസങ്ങൾ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ചെയ്തതെന്താ? ഒരു ജ്യോത്സ്യനെ പോയി കണ്ടു. സനാതനധർമ്മത്തിൽപ്പെട്ടതല്ലത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ലോകമെല്ലാം ഒന്നാണ്.
പല മതങ്ങളും ഒരു കടലിലേക്ക് ഒഴുകുന്ന നദികളാണ്. ഇത് പഠിപ്പിക്കുന്നതാണ് സനാതനധർമ്മം. അദ്വൈതം. നമ്മൾ അഭിന്നരല്ല ഇന്ന് പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ നാൻസിയെ ദ്രോഹിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ദ്രോഹിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നതാണ് സനാതനം. ശ്രീശങ്കരനാണ് അതാണ് അദ്വൈത ദർശനം എന്ന് പറയുന്ന പദ്ധതി. നമ്മളതല്ല ചർച്ചാ വിഷയം. അങ്ങനെ കാണുന്ന എന്താണെന്ന് തിരിച്ചറിയാത്ത പ്രതിപക്ഷ നേതാവ്, താൻ കാണിക്കുന്നത് കുതിരക്കച്ചവടത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാത്ത മുഖ്യമന്ത്രി. എന്ത് രാഷ്ട്രീയം തമിഴ്നാട്ടിൽ? ഇത് ആ സിനിമയിൽ അദ്ദേഹം കാണിച്ച ഈ കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് അത് റിയലാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസശീലരായ ദ്രാവിഡ ജനതയുടെ ഒരു അംഗീകാര മുദ്ര മാത്രമാണെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ തമിഴ്നാട് നമ്മളെക്കാൾ സമ്പന്ന സംസ്ഥാനമായതുകൊണ്ടും അവിടെ ധാരാളം വ്യവസായങ്ങൾ ഉള്ളതുകൊണ്ടും വരുമാനം കൂടുതലുള്ളതുകൊണ്ടും കുറച്ച് ഫ്രീ ബീസൊക്കെ കൊടുത്ത് കുറേ കാലത്തേക്ക് ജനങ്ങളെ വിഡ്ഢികളാക്കി നിർത്താൻ ഏത് വിജയിക്കും കഴിയും. ദാറ്റ് ഇസ് ദ ഫാക്ട്. ഹി ക്യാൻ. തമിഴ്നാട്ടിൽ അത് നടക്കും. ഇത് മുമ്പും നടന്നിട്ടുണ്ട്. ജയലളിതയായിട്ടുണ്ട്. അഴിമതിയുടെ കൂത്തരങ്ങായിരുന്ന ജയലളിത ആയിരുന്നിട്ടുണ്ട്. MGR ആയിരുന്നിട്ടുണ്ട്. MGR താരപരിവേഷം കൊണ്ട് മാത്രമാണ് ആയിട്ടുള്ളത്, സംശയമൊന്നുമില്ല. അറിയാമോ MGR? ജയലളിത ആരായിരുന്നു? MGRൻ്റെ എന്തോ ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ? വെപ്പാട്ടി. തോപ്പിൽ ഭാഷ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരക്കഥാകൃത്താണ്, നാടകകൃത്താണ്, സാഹിത്യകാരനാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ഒന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. തോപ്പിൽ ഭാഷ സെറ്റിലൊക്കെ പോയിട്ടുണ്ട്. ജയലളിത ഇങ്ങോട്ട് വന്നാൽ നേരെ MGRൻ്റെ മുറിയിലേക്ക് പോവും. പാവപ്പെട്ട ക്യാമറമാൻ ഉൾപ്പെടെ ലൈറ്റ് ബോയ് ഉൾപ്പെടെ ആളുകൾക്ക് മണിക്കൂറുകളോളം പിന്നെ കാത്തിരിക്കേണ്ടി വരും. ബാക്കി കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ള ബന്ധം. സത്യമായിട്ട് അപ്രിയ സത്യമായിട്ട് തന്നെ ഞാൻ പറയുക. അതാണ് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് മര്യാദയുള്ള പെണ്ണുങ്ങളാരും കുടുംബത്തെ ജനിച്ച പെണ്ണുങ്ങളാരും സിനിമയിലേക്ക് പോകാൻ മടിച്ചിരുന്നത്. ഇപ്പോഴങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നിയമങ്ങളുണ്ട്, അല്ലാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് MGRനോടുള്ള ബന്ധം വെച്ചിട്ട് തന്നെ മുഖ്യമന്ത്രിയാവാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു സംശയമില്ലല്ലോ. ഇയാൾ ഈ സനാതനധർമ്മത്തെ കുറ്റം പറയുമ്പോൾ തമിഴ്നാട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഓരോരോ കാലത്തെ ഓരോരോ നേതാക്കന്മാർ അരാഷ്ട്രീയമായ രീതിയിൽ പ്രതികരിക്കുന്നത് അവിടെ തന്നെയല്ലേ? നമ്മുടെ BJPയുടെ നേതാവായിട്ടുള്ള ഒരാളുണ്ടല്ലോ, വാട്ടവർ ഇറ്റ് ഈസ്, ഒരു സിനിമാ നടിയുണ്ട്. അവരുടെ പേര് ക്ഷേത്രം വരെ വെച്ച ഒരു സംസ്ഥാനമാണത്. MGRൻ്റെ പേര് ക്ഷേത്രം വെച്ച്, ജയലളിതയുടെ പേര് ക്ഷേത്രം വെച്ച് പൂജിക്കുന്ന ആ സംസ്കാരമുള്ളൊരു നാട്ടിലാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനൊരു ജോത്സ്യനെ പിടിച്ച് തൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വെച്ചാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? അദ്ദേഹത്തിൻ്റെ പേര് റിക്കി രാധൻ പണ്ഡിറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പണ്ഡിറ്റ് എന്നാണ്. നമുക്കും ഉണ്ടല്ലോ ഒരു പണ്ഡിറ്റ്, സന്തോഷ് പണ്ഡിറ്റ്. നമ്മൾ എത്ര ഏരുതിരിയില്ല അദ്ദേഹത്തെ കാണുന്നത്, മഹാനായിട്ട് കാണുന്നു. അദ്ദേഹത്തെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് പണ്ഡിറ്റ് എന്നുള്ള പേര് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം സ്വയം ഡയറക്റ്റ് ചെയ്യുകയും സ്വയം സ്ക്രിപ്റ്റ് എഴുതുകയും സ്വയം പാട്ട് എഴുതുകയും എല്ലാം ചെയ്ത് സിനിമ നിർമ്മിക്കുന്ന ഒരു കോമാളിയായിട്ട് തന്നെ നമ്മൾ കാണുന്നു, ബുദ്ധിജീവിയായിട്ട് നമ്മൾ കാണുന്നു. ഇല്ല. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട്. ഇറ്റ്സ് എ മേജർ ഡിഫറൻസ്. അപ്പോൾ അവിടെ എങ്ങനെ ഒരു ജോത്സ്യനെ പിടിച്ചിട്ട് വെക്കാൻ പറയും? ഇനി ജോത്സ്യൻ എന്ന് പറയുന്നത് ഞാൻ വിജയനെ കുറ്റപ്പെടുത്തുകയില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ചെലവാക്കപ്പെടുന്ന വ്യാജ നിർമ്മിതിയാണ് ഈ ജോത്സ്യം എന്ന് പറയുന്നത്. ഏതൊരു സിനിമാക്കാരനും ഒരു തിരക്കഥ സിനിമയാക്കണമെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പൂജാകർമ്മം നിർവഹിക്കുമല്ലോ. ആ പൂജാകർമ്മം ഈ ജോത്സ്യനോട് ചോദിച്ചിട്ട് മാത്രമേ നിർത്തും. അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് ചോദിച്ചിട്ട് മാത്രമേ. രാഷ്ട്രീയത്തിലെ, അതായത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അതിലുറച്ചു വിശ്വസിക്കുന്ന നാസ്തികരായ, ദൈവമൊന്നില്ല എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നേരത്തും താൻ അടുത്ത വർഷം വീണ്ടും മുഖ്യമന്ത്രിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റുകാർ ഗോവിന്ദ പൊതുവാളോ ഏത് പൊതുവാളായാലും കൊള്ള അയാളുടെ നല്ല കാലം പോയി കണ്ടിട്ട് ജ്യോത്സ്യം വെച്ച് നോക്കുന്നുണ്ട്. കേരളത്തിൽ പോലും മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ വരെ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു. അവരറിയുന്നില്ല ഈ കപട ശാസ്ത്രം കൊണ്ട് എത്രയോ പെൺകുട്ടികൾ ചൊവ്വാദോഷത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കല്യാണം നടത്താനാവാതെ വീടുകളിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്നു. കുടുംബങ്ങൾ ദുഃഖത്തിലായിത്തീരുന്നു. കപട ശാസ്ത്രം ഒരു കപട അങ്ങേയറ്റത്തെയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഭാവി. ഇതൊക്കെ ചിലപ്പോൾ സൂചകങ്ങളായിരിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ദർ ഈസ് വൺ ഗോഡ് വിച്ച് ഈസ് ദ മാസ്റ്റർ ഡിസൈനർ ഓഫ് ദിസ് വേൾഡ്. ആ ദൈവം അതിനപ്പുറമുള്ളതല്ലേ? വിശ്വാസശീലർ അങ്ങനെയല്ലേ വിശ്വസിക്കേണ്ടത്? ഈ വിശ്വാസശീലർ പോലും പോയിട്ട് ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുക. കല്യാണങ്ങളെല്ലാം ജാതകം നോക്കിയിട്ട് നടക്കും. 10ൽ 10 കൂറുണ്ടെങ്കിൽ മാത്രമേ ഹിന്ദുക്കളുടെ കല്യാണം നടക്കത്തുള്ളൂ. ഇപ്പോൾ മറ്റു പലരും ഇപ്പോൾ ആ ജ്യോതിഷം നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വ്യാപിക്കുകയാണ്. അതൊക്കെയാണ് അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത്. കപട വിശ്വാസങ്ങൾ.
ആ കപട വിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജോസഫ് വിജയ് പ്രവർത്തിക്കുന്നത്. സങ്കടമുള്ള കാര്യമാണത്. ഈ കപട, നിങ്ങൾ മതത്തിൽ വിശ്വസിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അന്ധവിശ്വാസശീലരായിട്ടുള്ള ജനത ഉണ്ടായാൽ അതിൽ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ വിജയിന്റെ പിന്നാലെ പലരും അങ്ങോട്ടേക്ക് പോകും, ജ്യോതിഷത്തിലേക്ക് തിരിയും. കാരണം അത്ര അന്ധമായ ആരാധനയാണല്ലോ അവർക്കുള്ളത്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്തപ്പോൾ അതിലേക്ക് അവർ വീണ്ടും തിരിയും. അതെ, വേറൊരു കാര്യം ഓർക്കാനുള്ള, അദ്ദേഹം ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ആൾക്കാരാണ്. ആ ന്യൂനപക്ഷങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അവരിലേക്ക് കൂടി പടരാനിടയാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ആദ്യം ചെയ്തു വെച്ചത്. നോക്കൂ അല്ലേ, എന്തൊരു ക്രൂരതയാണത് വാസ്തവത്തിൽ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച്, അതിൻ്റെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് യാതൊരു വിധമായ ബോധവുമില്ലാതെ നടത്തിയ ഒരു പരിപാടിയല്ലേ? എന്ത് തോന്നുന്നു? അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ആൻസിക്ക് എന്തു? ഇപ്പോൾ ജ്യോതിഷം നോക്കി ആൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് തീർത്തും തെറ്റ് തന്നെയാണ്. എന്ന് മാത്രമല്ല, കപട ജ്യോതിഷം കൂടി. ചിലർ ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ജ്യോതിഷം പറയുന്ന ആളായിരിക്കാം, അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷെ കപട ശാസ്ത്രമായിട്ട് കള്ളത്തരങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇത് ദോഷമകറ്റാൻ ഇന്നത് ചെയ്യണമെന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഇവരിൽ വസൂലാക്കുന്ന കള്ള ജ്യോത്സ്യന്മാരുണ്ട്. കപട വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഭക്തി വ്യവസായം പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഇതൊരു കപട വ്യവസായം, ജ്യോത്സ്യ വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു ജ്യോതിഷത്തിലും ജ്യോത്സ്യനെയും കണ്ട് ഒരു കാര്യത്തിനും വേണ്ടി പോകാറില്ല, ഇന്നുവരെ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ധൂർത്തുണ്ടായിട്ട് പണം അനാവശ്യമായിട്ട് ധൂർത്തടിക്കേണ്ടി വന്നിട്ടില്ല. കപട ശാസ്ത്രങ്ങളാണെന്ന് ഇതൊക്കെ. ഈ കപട ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം വ്യാപിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് ആലോചിക്കണമായിരുന്നു, ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടണമായിരുന്നു. ഗവൺമെൻറ്റിന് ഒരു ശാസ്ത്രീയ ഉപദേഷ്ടാവിനെ പോലും വെക്കാതെയാണ് ജ്യോത്സ്യത്തിൻ്റെ ആളിനെ കൊണ്ടുവച്ച് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി. അയാൾക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നേ. എന്താണെന്നറിയാം, കൊട്ടാരൻ ജ്യോത്സ്യന്മാരെ പോലെ, കൊട്ടാരൻ ജ്യോത്സ്യൻ. ഇനിയിപ്പോൾ ഏത് കാര്യത്തിനും വിജയ് അയാളോട് ചോദിക്കും, ഞാൻ അതിന് പോകണോ ഇതിന് പോകണോ. ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗധേയങ്ങൾ മാറ്റിമറിക്കുകയാണ് ജ്യോത്സ്യൻ അവിടെ ഇരുന്നത്. പണ്ടത്തെ കൊട്ടാരൻ ജ്യോത്സ്യന്മാരെ പോലെ. ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ്. CPM അതിനെ എതിർക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ദുർബലമായിട്ടുള്ള എതിർപ്പാണ്. കാരണം എന്താ, അവർക്ക് 1-2 MLA മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സനാതനധർമ്മത്തെ എതിർക്കുന്ന ഉദയനിധി സ്റ്റാലിനേക്കാളും അപകടകാരിയാണ് ഈ ജോസഫ് വിജയ് എന്ന ആള്. നമ്മളൊരു ശാസ്ത്രീയ സയൻറ്റിഫിക് ടെമ്പറമെൻ്റ്, ആ വാക്ക് കോയിൻ ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു ടെമ്പറമെൻറ്റിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇതെന്ത് ശാസ്ത്രമാണ്? ചന്ദ്രനിൽ പോയി വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നക്ഷത്രങ്ങളെ ഉണ്ണൻ വെച്ച ഹബിൾ ടെലിസ്കോപ്പ് കാണുന്നവരുണ്ടല്ലോ. ഇവർക്ക് ആരെക്കെങ്കിലും പറയാൻ കഴിയും ഓരോ മനുഷ്യൻ്റെയും ശാസ്ത്രം ഈ ഉപഗ്രഹങ്ങൾക്ക് ജനിച്ച സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന്? ഇല്ല. നമുക്കെല്ലാം മേൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. നക്ഷത്രങ്ങളുടെ, ഗ്രഹങ്ങളുടെ, കാലാവസ്ഥയുടെ, എല്ലാത്തിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ ഭവിക്കുന്ന കാര്യം. അല്ലാതെ ജനിച്ച ദിവസം വെച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ജനിച്ച സമയമെന്ന് പറയുന്നതും നമ്മുടെ ഒരു 1000 ആണ്ടും ഒന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക്. കാരണം കാലാതീതമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങളാണവയെല്ലാം, അല്ലേ? അവർക്ക് ഇവിടെ ഒരു മനുഷ്യൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് അവൻ്റെ ഭാവി നിശ്ചയിക്കാനുള്ള എന്ത് കാര്യം, എന്ത് ശാസ്ത്രദൃഷ്ടിയാണ് നോക്കിക്കഴിഞ്ഞാൽ നാണക്കേടുള്ളൊരു സംഭവമല്ലേ. ഇവിടെ ഈ ജോത്സ്യൻ 2024 പ്രവചിച്ചത് സുനാമി പോലെ ഒരു വിജയം വിജയിക്കുണ്ടാകുമെന്ന്. അതുണ്ടായില്ലല്ലോ. സുനാമി ഇപ്പോൾ വന്നിരിക്കുന്ന ഇയാളുടെ നിയമനം കൊണ്ടാണ് വന്നിരിക്കുന്നത് രാജ്യത്തിന്. 140 അല്ലേ അയാൾ പ്രവചിച്ചത്, 102 കിട്ടിയുള്ളൂ ഇദ്ദേഹത്തിന്. ഈ 140 പ്രവചിച്ച അയാളെ സന്തോഷിപ്പിക്കാൻ ആർക്കാ? ഞാൻ വേണമെങ്കിൽ ഞാനും പറയാമായിരുന്നു, നമുക്ക് ഇത്രയും കിട്ടുമെന്ന് പ്രശംസിച്ച് പറയാൻ ആർക്കാ വയ്യാത്തത്? ഇതൊരു യാദൃച്ഛികത പോലെ പിന്നങ്ങ് സംഭവിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പോഴത്തേക്ക് അയാളിൽ വിശ്വാസം വരിക എന്ന് പറഞ്ഞാൽ വന്നതും പോട്ടെ, അത് ഈ സംസ്ഥാനത്തിനൊരു ഭരണതലപ്പത്തേക്ക് കൊണ്ടുവരിക ആ മനുഷ്യനെ, അതൊക്കെ എത്ര നിന്ദ്യമായിട്ടുള്ള തന്നെയല്ല. നമ്മൾ ഏതിനും ഇപ്പോൾ ഏതൊരു മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്ലിനിക്കലി പ്രോണായിരിക്കണം. മരുന്ന് അലോപ്പതി, ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും ഒന്നുമില്ല, ക്ലിനിക്കലി പ്രോൺ. എത്ര ടെസ്റ്റ് ചെയ്തിട്ടാണ്? അപ്പോൾ ഇയാൾ 140 കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഏത് ഗ്രഹം എവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്രഹം അല്ലെങ്കിൽ നക്ഷത്രം അങ്ങനെ നിൽക്കുന്ന മറ്റൊരാൾക്ക് ഇതുപോലുള്ള വിജയം കൊണ്ടുവരാൻ പറ്റുമോ? അത് നമ്മൾ അന്വേഷിക്കണ്ടേ? ഇത് 140 എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് കൃത്യമാവാതെ പോയി? ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ. ഈ അന്വേഷണത്തിനാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് ചുമ്മാ 140 എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇയാളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. പണ്ടൊരു ജ്യോത്സ്യം ചെയ്ത ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഭാര്യ രാജ്ഞി ഗർഭവതിയായിരുന്നു. അപ്പോൾ ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് ജ്യോത്സ്യനോട് ചോദിച്ചു.
ജ്യോത്സ്യൻ എന്ത് ചെയ്തു? ആണ്. രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആണ് എഴുതി കൊടുത്തിട്ട് പോയി. തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് അവിടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തിൻ്റെ പുറത്തോട്ട് ഒരു ഉത്തരവും വേറൊരു ഉത്തരവും കൂടെ എഴുതി വെച്ചു, പെൺ. അപ്പോൾ ജനിച്ചപ്പോൾ പെൺകുട്ടിയാണ് രാജ്ഞിക്ക്. അപ്പോൾ ജ്യോത്സ്യനെ വിളിച്ചു. താൻ എന്തുവാണ് പറഞ്ഞത്? ആണെന്നല്ലേ ഇവിടെ. അത് രാജാവിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ ശരിക്കുള്ള ഉത്തരവ് എഴുതി വെച്ചിട്ടുണ്ട്. ഉത്തരത്തിൻ്റെ പുറത്തൊന്ന് പേപ്പർ എടുത്ത് കാണിച്ചു. ഇതാ പെണ്ണ്, കണ്ട. ഈ കപടശാസ്ത്രം ഇങ്ങനെയാണ്, കാപട്യമാണിത്. ഇനിയിപ്പോൾ എന്താണാവോ തുടക്കത്തിൽ ഇങ്ങനെ, ഇനി എന്താണാവോ? ഇതൊക്കെയാണോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ? ജ്യോത്സ്യമാണോ? തമിഴ്നാട്ടിലെ പാവപ്പെട്ട മക്കൾ ഇവിടെ ഭിക്ഷാടനത്തിന് വരുന്ന ആൾക്കാർ ആസാദ് കടയുടെ മുമ്പിൽ പോയി നോക്കിക്കോണം. വല്ലതും തരണേന്നും പറഞ്ഞ് ഇരിക്കുന്ന തമിഴർ, അങ്ങനെയുള്ള ആൾക്കാർ, പട്ടിണി കിടക്കുന്ന ആൾക്കാർ, ഇവിടെ ആക്രി കച്ചവടം ചെയ്യുന്നത് ഗതികെട്ട് ഇവിടെ വന്നിട്ട് അവർ പണം ഉണ്ടാക്കുന്നുണ്ട്, കാരണം ബിസിനസ് മെച്ചപ്പെടുത്തുന്നുണ്ട്. ചെയ്യുന്ന തമിഴന്മാർ ജീവിക്കുന്ന കൂരകൾ, അടച്ചുറപ്പില്ലാത്ത വീടുകൾ, അങ്ങനെ എത്ര ദാരിദ്ര്യത്തിൻ്റെ, ഇത്രയും വ്യവസായങ്ങളുള്ളപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ ക്രൂരമായ മുഖങ്ങൾ. അവിടുത്തെ പിന്നാക്ക ജാതിക്കാർ ക്ഷേത്രപ്രവേശനത്തിന് സ്വാതന്ത്ര്യമില്ലാതെ, പിന്നെ ഉയർന്ന ജാതിക്കാരോടൊപ്പം വെള്ളം കുടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്ന ആൾക്കാർ ഇപ്പോഴും തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലുണ്ട്. ഏറ്റവും കൂടുതൽ തൊട്ടുകൂടായ്മയും തീണ്ടലും ഇപ്പോൾ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുതാണ്. ദ്രാവിഡ ഭരണം ഇത്രയും കാലം നടത്തിയിട്ടും ഇവർക്കത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അണ്ണാദുരൈയുടെ നാട്ടിൽ, CN അണ്ണാദുരൈയുടെ നാട്ടിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ദ്രാവിഡ നേതാക്കന്മാരുടെ ആ തട്ടകത്തിൽ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. അതല്ലേ പരിഹരിക്കേണ്ടത്? അല്ല ജ്യോത്സ്യന്മാർക്ക് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് കൊടുത്ത് അന്ധവിശ്വാസത്തിന് അടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ മദ്യശാലകൾ പൂട്ടുന്നൊരു തീരുമാനം വിജയ് എടുത്തിരുന്നു. നല്ല തീരുമാനം, അത് നല്ലൊരു വളരെ നല്ല തീരുമാനം. അത് മാത്രമല്ല, ഇതിപ്പോൾ പള്ളിക്കൂടത്തിനും പള്ളിക്കും അടുത്തുള്ളത് മാത്രമേ പൂട്ടിയിട്ടുള്ളൂ. സകലമാന മദ്യഷോപ്പുകളോട് അടിക്കണം. ഞാൻ കണ്ടതാണെന്ന് മദ്രാസ് ചെന്നൈ നഗരത്തിൽ റോഡിലിരുന്ന് മദ്യപിക്കുന്നു. രാത്രി 8 മണി പോലും ആയിക്കഴിഞ്ഞിട്ടില്ല. അത് വൃത്തികേടല്ലേ? അതെ, അശ്ലീലമല്ലേ അത്? ആ പരിപാടി നിർത്തലാക്കുക. അവിടെ മദ്യവർജനം ഏർപ്പെടുത്തണം, കംപ്ലീറ്റ് മദ്യവർജനം ഏർപ്പെടുത്തണം. വഴിയിലിരുന്ന് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ആർക്കാ കൊടുത്തത്? അവർക്ക് ആരാ കൊടുത്തത്? അത് IT കേന്ദ്രത്തിന് സമീപം, ഒരു IT ഹബിന് സമീപം ആണ് ഈ പരിപാടി കണ്ടത്. സുരക്ഷിതരായിട്ട് സ്ത്രീകൾക്ക് പോകാൻ പറ്റുമോ അതുവഴി? അതാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രീ ബീച്ച് കൊടുത്ത ആളുകളെ സൂചിപ്പിക്കുന്നതിലാണ് ഇദ്ദേഹം കണ്ടത്. അതല്ല വേണ്ടത്. ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട്, അതുപോലെ തന്നെ ലിംഗപരമായിട്ടുള്ള ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം, ഇതൊക്കെയാണ് അവിടെ വേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചില പാളിച്ചകൾ ഉണ്ട്, പക്ഷേ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഒരു തുലാസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടിലെ ഭരണം. ഇതിപ്പോൾ എല്ലാം പുള്ളി ജ്യോത്സ്യനോട് ചോദിക്കും, ഞാൻ എടുക്കുന്ന എല്ലാം ശരിയാണോ എന്ന് പറയുകയും ചെയ്യും. ഇപ്പം ജനങ്ങളുടെ അഭിപ്രായം അത് പിന്നെ അപ്രസക്തമായി തീരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം നന്ദി, അങ്ങയുടെ കാഴ്ചപ്പാടുകൾ ഞങ്ങളോട് പങ്കുവച്ചു. തീർച്ചയായിട്ടും.